സാക്ഷാൽ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും നമ്മെ പഠിപ്പിക്കുന്ന ഒരു തത്വരഹസ്യമുണ്ട്. ലക്ഷ്മി ദേവി ആരാണ്? ധനദേവതയാണ്, അതായത് സാക്ഷാൽ ഐശ്വര്യദേവതയാണ്. സരസ്വതി ദേവിയോ വിദ്യാദേവതയാണ്. ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് എവിടെയാണെന്നറിയുമല്ലോ, താമരയിലാണ്. താമര കിടക്കുന്നത് വെള്ളത്തിലുമാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും താമരയിലല്ലേ ഇരിക്കുന്നത്? നമുക്കും താമരയിലൊന്ന് കയറിയിരുന്ന് നോക്കിയാലോ? നമ്മൾ കയറിയിരുന്നാൽ താണുപോകും. ലക്ഷ്മി ഇരുന്നാൽ താഴില്ല, സരസ്വതി ദേവി ഇരുന്നാൽ താഴില്ല, നമ്മളിരുന്നാൽ താണുപോകും. എന്താ കാര്യം? നമുക്ക് കനമുണ്ട്, ലക്ഷ്മി ദേവിക്ക് കനമില്ല, സരസ്വതി ദേവിക്ക് കനമില്ല. അവർ പഠിപ്പിക്കുന്ന തത്വരഹസ്യമൊന്ന് ശ്രദ്ധിച്ചുകൊള്ളൂ. ഒരു മനുഷ്യൻ എത്രത്തോളം ധനവും, അതായത് എത്രത്തോളം ഐശ്വര്യവും, എത്രത്തോളം അറിവും നേടിയാലും അത്രത്തോളം കനം കുറയണം, അത്രത്തോളം ആൾ സിമ്പിളായി നിൽക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ സംസാരത്തിൽ പൊങ്ങി നിൽക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഇവിടെ താണുപോകും. ഇത് പഠിപ്പിക്കണം. ഇതാണ് സമൂഹത്തെ, നമ്മുടെ ഓരോ മൂർത്തി രൂപങ്ങളും പഠിപ്പിക്കുന്ന തത്വരഹസ്യമെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ രഹസ്യം പരമാവധി എല്ലാവരിലും എത്തിക്കാൻ ശ്രദ്ധിക്കണം. നമസ്തേ.